ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അലക്സ് ഇ അക്കാഡമി. ഈ ഒരു ലെക്ചറിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സോഫാർ നമ്മൾ MOS എവിടെ വരെ എത്തിയപ്പോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, മോഡുലസ് ഓഫ് റിജിഡിറ്റി, ബൾക്ക് മോഡുലസ്, അത് തമ്മിലുള്ള കുറെ ന്യൂമറിക്കൽ പ്രോബ്ലംസും നമ്മൾ നോക്കി. അത് ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു സെഷൻ കുറച്ച് ലെങ്തി ആയിട്ടാണ് ഞാൻ എടുത്തത്. അടുത്ത ടോപ്പിക് വരുന്നത് സ്ട്രെയിൻ എനർജി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ എ ബോഡി, റെസീലിയൻസ്, പ്രൂഫ് റെസീലിയൻസ്, അതേപോലെ മോഡുലസ് ഓഫ് റെസീലിയൻസ്, അതിന്റെ ഒന്ന് രണ്ട് ചെറിയ ഡെറിവേഷൻസും പ്രോബ്ലംസും. അപ്പോൾ ആദ്യം കുറച്ച് തിയറി പോർഷനാണ്, ഇതിന്റെയൊക്കെ ഡെഫിനേഷൻസ് ആണ്. അപ്പൊ ഞാനതൊരു നോട്ട് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതാകുമ്പോൾ നിങ്ങൾക്ക് ഫെർദർ നിങ്ങൾക്ക് വേറെ റെഫർ ചെയ്യേണ്ട ആവശ്യം വരില്ല. ബോർഡ് വെച്ച് പഠിപ്പിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി എഫക്റ്റീവ് അതായിരിക്കും തോന്നുന്നു. നോട്ട് വെച്ചിട്ട് ഞാൻ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്ട്രെയിൻ എനർജി ആൻഡ് ഇമ്പാക്ട് ലോഡിംഗ്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. എന്താണ് സ്ട്രെയിൻ എനർജി എന്നും. Whenever a body is strained, the energy is absorbed in the body. The energy which is absorbed in the body due to straining effect is known as strain energy. The straining effect may be due to gradually applied load, suddenly applied load, ലോഡ് വിത്ത് ഇമ്പാക്ട്. ഓക്കെ, അപ്പോൾ സ്ട്രെയിനിങ് അല്ലെങ്കിൽ സ്ട്രെയിൻ എനർജി എന്താണെന്നാണ് പറയുന്നത്. ഒരു ബോഡിയെ നമ്മൾ സ്ട്രെയിൻ ചെയ്താൽ അല്ലെങ്കിൽ വലിച്ചു നീട്ടിയാൽ ആ ബോഡിയിൽ ഒരു എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ട്. ആ അബ്സോർബ് ചെയ്ത എനർജി ഡ്യൂ ടു സ്ട്രെയിനിങ് എഫക്റ്റ്, അതിനെയാണ് നമ്മൾ അതിലുള്ള സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത്. ഈ ഒരു സ്ട്രെയിൻ എനർജി 3 ടൈപ്പ് ഓഫ് ലോഡിങ് കാരണമാകാം. ഒന്നെങ്കിൽ അത് ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു സഡൻലി അപ്ലൈഡ് ലോഡായിരിക്കും, അല്ലെങ്കിൽ ലോഡ് വിത്ത് ഇമ്പാക്റ്റ്. ഓക്കെ, സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ ദ ബോഡി ഈസ് ഈക്വൽ ടു ദ വർക്ക് ഡൺ ബൈ ദ അപ്ലൈഡ് ലോഡ് ഇൻ സ്ട്രെച്ചിങ് ദ ബോഡി. ഓക്കെ, ഈ സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത് തന്നെയാണ് ആ ബോഡി എത്ര വർക്ക് ഡൺ ചെയ്തു എന്നുള്ളത്. ഈ രണ്ടും സെയിം ആണ്. ദ എമൗണ്ട് ഓഫ് സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് വിൽ ബി ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ദ ബോഡി. അടുത്തത് നമുക്കിതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള 3 ഡെഫിനിഷൻസ് ആണുള്ളത്. റെസീലിയൻസ്, പ്രൂഫ് റെസീലിയൻസ്, മോഡുലസ് ഓഫ് റെസീലിയൻസ്. ഇത് റിപ്പീറ്റഡ്ലി ഒരു 3-4 മാർക്സിന് ചോദിക്കാറുള്ളതാണ്. ഈ മോസ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ചുരുക്കം കുറച്ച് തിയറി പോർഷൻസേ ഉള്ളൂ ഇതുപോലെ. അപ്പോൾ അതൊന്നും സ്കിപ്പ് ചെയ്യാതെ മാക്സിമം നിങ്ങൾ പഠിച്ചേക്കുക. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. റെസീലിയൻസ്. The total strain energy stored in a body is commonly known as resilience. Whenever the straining force is removed from the strained body, the body is capable of doing work. Hence, the resilience is also defined as the capacity of a strained body for doing work on the removal of straining force. അപ്പോൾ റെസീലിയൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ എ ബോഡി, അതിനെയാണ് നമ്മൾ റെസീലിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സ്റ്റേണലി ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് ഓഫ് സ്ട്രെയിൻ എനർജി ആണോ ആ ബോഡി സ്റ്റോർ ചെയ്യുന്നത്, അതാണ് അതിൻ്റെ റെസീലിയൻസ് എന്ന് പറഞ്ഞത്. ഈ സ്ട്രെയിൻ എനർജി വെച്ചിട്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ഡൺ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് റെസീലിയൻസിന് വേറൊരു ഡെഫിനിഷൻ പറയാം. എന്താണ്? The resilience is also defined as the capacity of a strained body for doing work on the removal of straining force. ഒരു ബോഡിയുടെ സ്ട്രെയിൻ ചെയ്തേക്കുന്ന ഒരു ബോഡിയുടെ കപ്പാസിറ്റി ടു ഡു വർക്ക് എപ്പോഴാണ്? വെൻ ദ സ്ട്രെയിനിങ് ഫോഴ്സ് ഇസ് റിമൂവ്ഡ്. അപ്പോൾ അതാണ് റെസീലിയൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രൂഫ് റെസീലിയൻസ് എന്താണെന്ന് നോക്കാം. The maximum strain energy stored in a body is known as proof resilience. The strain energy stored in the body will be maximum when the body is stressed up to elastic limit. Hence, the proof resilience is the quantity of strain energy stored in a body when strained up to elastic limit. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരക്കാം അല്ലേ, അല്ലെങ്കിൽ ഒരു ലോഡ് വേഴ്സസ് ഡിഫ്ലക്ഷൻ കർവ് വരക്കാം. അപ്പോൾ നമ്മൾ ഗ്രാജുവലി അപ്ലൈ ലോഡ് കൊടുത്താൽ ലോഡ് കൊടുക്കുന്നതനുസരിച്ച് ഡിഫ്ലക്ഷൻ ഇതുപോലെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് എവിടം വരെ അപ്ലൈ ചെയ്യാൻ പറ്റും?
നമുക്ക് ഇലാസ്റ്റിക് ലിമിറ്റ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റെസീലിയൻസും പ്രൂഫ് റെസീലിയൻസും ഒക്കെ ഇലാസ്റ്റിക് ലിമിറ്റ് വരെ ഉള്ളൂ. ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞാൽ ആ ബോഡിയുടെ പ്രോപ്പർട്ടിക്ക് ചേഞ്ച് വരും, അല്ലെങ്കിൽ പെർമനൻറ്റ് സെറ്റ് ഉണ്ടാകും. അപ്പോൾ ലോഡ് കൊടുത്തിട്ട് അതിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റ് വരെ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റ് വരെ ലോഡ് ചെയ്യുമ്പോൾ ആ ബോഡിയിൽ എത്ര എമൗണ്ട് ഓഫ് സ്ട്രെയിൻ എനർജി ഉണ്ടോ അതാണ് അതിൻ്റെ മാക്സിമം സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൂഫ് റെസീലിയൻസ്. അപ്പോൾ ഒരുപാട് സ്ട്രെയിൻ എനർജി ഉണ്ടാവും. ലോഡിങ് പോകുന്നതനുസരിച്ച് ഇതിന് ഓരോ പോയിൻ്റ് എടുത്താലും ഓരോ റെസീലിയൻസോ ഓരോ സ്ട്രെയിൻ എനർജി ഉണ്ടാവും. ഇതാണ് അതിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റ് എങ്കിൽ ഈ പോയിന്റിൽ അവിടുത്തെ സ്ട്രെയിൻ എനർജി സ്റ്റോർ ചെയ്യുന്ന ക്വാണ്ടിറ്റി എത്രയാണോ അതിനെയാണ് നമ്മൾ പ്രൂഫ് റെസീലിയൻസ് എന്ന് പറയുന്നത്. അടുത്തത് മോഡുലസ് ഓഫ് റെസീലിയൻസ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രൂഫ് റെസീലിയൻസ് ഓഫ് എ മെറ്റീരിയൽ പെർ യൂണിറ്റ് വോളിയം. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ. Modulus of resilience is equal to proof resilience divided by volume of the body. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ ഡെഫിനിഷൻസ്, ബേസിക് ഇക്വേഷൻസ്. ഓക്കെ.